മുടിയൊക്കെ കുറച്ച് ദിവസമായി എണ്ണയൊക്കെ തേച്ചിട്ട്. അപ്പോൾ 2 ദിവസം എനിക്ക് തേച്ചില്ലെങ്കിൽ എൻ്റെ മുടിയിൽ പ്രാന്തിയെപ്പോലെ കിടക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് എണ്ണ തേക്കാമെന്ന് വിചാരിച്ചു. മുടി പോയതുകൊണ്ട് അതിശയപ്പെടേണ്ട കേട്ടോ, ഇത് നേരത്തെ മുടിയാണ്. ഞാനത് ഓരോ ദിവസം ചെയ്യുമ്പം കിട്ടുന്ന മുടിയുണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരുമിച്ചാക്കി വെക്കുന്നതാണേ. പിന്നെ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് കഴിച്ചിട്ട് അവിടെ ഇട്ടേക്കും. പിന്നെ കഴുകാൻ മടിയാണേ. ഇന്നാണെങ്കിൽ സിദ്ധുവിൻ്റെ സ്കൂളിലാണെങ്കിൽ ആനുവൽ ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ ചേച്ചിയുടെ മോളുടെ ഡാൻസ് ഉണ്ട്. സിദ്ധു പ്രോഗ്രാമിനൊന്നും ചേർന്നില്ല. അപ്പം കാരണം ഇവർക്ക് പരിപാടിക്ക് സെലക്ട് ചെയ്യുന്ന ദിവസം സിദ്ധു പോയില്ല. അതുകൊണ്ട് ഈ വട്ടത്തെ ഡാൻസിലോ ഒന്നിലും സിദ്ധു ഇല്ല. പക്ഷേ ചേച്ചിയുടെ മോളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പോകാം. ചുമ്മാ വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ലേ. അപ്പോൾ സിദ്ധുവിന് പോകണമെന്നും പറഞ്ഞു. എന്നാൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനാണ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അച്ഛൻ കറക്റ്റ് 5 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. റെഡി ആയിട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞിട്ട് പോയേക്കുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജോലി പതിയെ തുടങ്ങി. കാരണം ലാസ്റ്റ് എനിക്കൊരു വെപ്രാളമുണ്ട്. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ സമയമുണ്ടെങ്കിൽ ചെയ്യില്ല, എല്ലാം ഒരുമിച്ച് ചെയ്യുന്ന അതാണ് എനിക്കിഷ്ടം. അപ്പം 3 മണി 3:30 ആയപ്പോഴത്തേന് നോക്കിയിട്ട് സമയം പെട്ടെന്ന് പോകുന്നത്, ജോലി കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യമേ അടുക്കളയെല്ലാം വൃത്തിയാക്കി, തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു, തൂത്തുവാരി. പിന്നെ കുറേ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു, തുണിയും കഴുകി. കുളിച്ചിട്ട് ആയപ്പോഴത്തേന് 4:45 ആവുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞുമണിയും കൂടെ ഒരുക്കണ്ടേ. സിദ്ധു പിന്നെ തന്നെ ഒരുങ്ങിക്കോളും. കുഞ്ഞുമണി ഒരുക്കുന്ന വലിയ ടാസ്ക്കാണ്. ആദ്യമേ കുഞ്ഞുമണിയെ കൊണ്ടുപോകുന്നില്ലെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചേച്ചിയുടെ മോളുടെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഓർഡർ വൈസാണ് അവർക്ക്. അപ്പോൾ അവൾ 6th സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ കുറേ പ്രോഗ്രാം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് ലേറ്റ് ആവും. അപ്പോൾ കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അവൾ എന്തായാലും അമ്മയുടെ കൂടെ അത്രയും നേരം ഇരിക്കത്തില്ല. അപ്പോൾ അവളെയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. അവൾ അടങ്ങിയിരിക്കത്തില്ല, ഓട്ടം ചട്ടമൊക്കെ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയൊന്നും പോകുന്നില്ലല്ലോ നമ്മൾ. അപ്പം അങ്ങനെ എന്തായാലും അവളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പിന്നെ തുണിയൊക്കെ കഴുകി കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേനും ഒരു സമയമായി. പിന്നെ വെപ്രാളമായിരുന്നു. എൻ്റെ പേടി മൊത്തം അച്ഛൻ വന്നിട്ട് പോകുമെന്നുള്ള പേടിയായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഞാൻ പെട്ടെന്ന് റെഡിയായി. അച്ഛനാണെങ്കിൽ വിളിക്കത്തുമില്ല. കാരണം അച്ഛൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടാണ് പോയത്. 5 മണിക്ക് റെഡിയായില്ലെങ്കിൽ ഞാൻ പോകും, പിന്നെ എന്നെ വിളിക്കുകയും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. അപ്പം പെട്ടെന്ന് പിന്നെ റെഡിയായി. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് വരുമെന്ന് പറഞ്ഞത്. ചേച്ചിയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ റെഡിയായിട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ചെന്നു നിന്നപ്പോഴത്തേന് ഇതാണ് നമ്മുടെ കഥാനായകനെത്തി. കയറി സ്കൂളെത്തി. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രസംഗമൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കതിനോട് വലിയ താല്പര്യമില്ലല്ലോ, പിള്ളേരുടെ പ്രോഗ്രാമല്ലേ കാണട്ടെ. കുട്ടികളുടെയൊക്കെ ഡാൻസ് കണ്ട് ഭയങ്കര സന്തോഷം തോന്നി. അത്രയ്ക്ക് അടിപൊളിയായിട്ടായിരുന്നു അവരുടെ ഡാൻസൊക്കെ. അപ്പോൾ ഇത്രയുള്ള ബൈ.